പുതിയ വിവരം എന്നുള്ളത് ഈ CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും കൂടുതൽ പുഴയിൽ ഇപ്പോൾ തിരച്ചിൽ, പുഴയിലേക്ക് ഏതാണ്ട് പൂർണ്ണമായും തിരച്ചിൽ മാറ്റുന്നു എന്നുള്ളതാണ്. കാരണം പുഴ കേന്ദ്രീകരിച്ചാണ്. പുഴയിൽ ഒരു പക്ഷേ ഇത് അർജുന്റെ ലോറി ഉണ്ടായിരിക്കാം എന്ന ഒരു നിഗമനം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഓരോ നിമിഷവും നിർണായകമാണ്. ഓരോ നിമിഷവും എന്താണ് സംഭവിക്കുന്നത് എന്നത് വളരെയധികം നിർണായകമായ ഒരു കാര്യമാണ്. ഓരോ തരത്തിലും ആളുകൾ ഇതിനെ പ്രതീക്ഷാ നിർഭരമായി തന്നെ കാണുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കുകയും വേണം. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം. തിരച്ചിൽ കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. MG മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, ഈ ഇപ്പോൾ പുഴ കേന്ദ്രീകരിച്ചാണ്, നമുക്ക് ദൃശ്യങ്ങൾ കാണാം, എല്ലാ ആധുനിക സംവിധാനങ്ങളുമുണ്ട്. പുഴ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. പുഴയിൽ ഒരുപക്ഷെ പുഴയിലെ മണ്ണിൽ ലോറി അകപ്പെട്ടിരിക്കാനുള്ള പശ്ചാത്തലം കൂടി ഉണ്ട്. അങ്ങനെ ഇനി ആ തരത്തിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കില്ലേ മുന്നോട്ടുള്ള ഇനിയുള്ള ഓരോ നിമിഷങ്ങളും? രജിത്ത്, തീർച്ചയായും എന്തായാലും പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇവിടെ മൺകൂനകളായി ഇത്തരത്തിൽ നിരവധി മണ്ണിങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യുന്നതിന് കൂടുതൽ സജ്ജീകരണം വേണ്ടതായിട്ടുണ്ട്. അതായത് കൂടുതൽ ആഴത്തിലിറങ്ങി ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെഷീനറി സംവിധാനങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് നാളെയോടുകൂടി ഇവിടേക്ക് എത്തിക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്തായാലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. അത് ഉടനടി തന്നെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് കരുതപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും നാളെ രാവിലെയോട് കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. കാരണം ഇവിടെയുള്ള മണ്ണ് ഏകദേശം ഈ നദിയുടെ ആഴത്തിനേക്കാൾ 10 അടിയോളം കൂടുതൽ മുകളിലേക്ക് ഈ ഒരു മണ്ണ് കൂനയായി ഇങ്ങനെ കിടപ്പുണ്ട്. അവരെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടി അത്യാധുനിക സംവിധാനമുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള മെഷീനറി സംവിധാനങ്ങൾ എത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ഈ മണ്ണ് കോരി കരയിലേക്ക് എത്തിക്കുക, അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ള ശ്രമകരമായ ദൗത്യത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള മെഷീനറി സംവിധാനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നു. എന്തായാലും ആ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും നിലവിൽ 99% ഉറപ്പിക്കുന്നു ഈ കരയിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ സൂചനയുമില്ല, ലോറി അവിടെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി ഇവർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ രജിത്ത ഒരു കാര്യം പറയുന്നത്, ഈ മനാഫ് ഉൾപ്പെടെയുള്ളവരും ഒപ്പം തന്നെ ഈ കുടുംബം ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത്, ഈ ലോറി പുഴയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെ ഇത്തരത്തിൽ ഫോൺ 2 ദിവസം കഴിഞ്ഞിട്ടും റിങ് ചെയ്തു എന്നുള്ളതാണ്. വെള്ളത്തിനടിയിലാണ് ഈ ലോറി ഉള്ളത് എങ്കിൽ ഒരുപക്ഷെ എങ്ങനെ ഈ ഫോൺ റിങ് ചെയ്തു എന്നുള്ളതാണ് അവർ സംശയം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും മുകളിൽ തന്നെയാണ് എന്ന് അവർ കുടുംബം കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ ലോറി മറിഞ്ഞു വീണ് മറുവശത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇത്തരത്തിൽ ഇടതുവശത്ത് ഈ കാണുന്ന ഇടതുവശ ഭാഗത്താണ് ലോറി പാർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഒരു പക്ഷേ തിരികെ ഈ മറുവശത്തേക്ക് മറുസൈഡിലേക്ക് ഈ ആഘാതത്തിൽ ഈ മണ്ണ് വന്ന് ഇടിഞ്ഞു വീഴുന്ന ആഘാതത്തിൽ ലോറി മറിഞ്ഞ് മറുവശത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ ഈ ലോഡ് കയറ്റി വന്നിട്ടുള്ള ലോറിയാണ്. നിരവധി ഏകദേശം 400 പീസോളം തടിക്കഷ്ണങ്ങളുണ്ട് അതിനകത്തുണ്ട് എന്നാണ് മനാഫ് പറയുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് പൊട്ടിപ്പോകാം, അതിൻ്റെ ബെൽറ്റുകൾ പൊട്ടിപ്പോകാം, ഈ തടിക്കഷ്ണങ്ങൾ പുറത്തേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ ലഭ്യമാവുകയും ചെയ്യുമായിരുന്നു എന്നാണ് മനാഫ് ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ പുഴയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ആ തടിക്കഷ്ണങ്ങളെങ്കിലും നമുക്ക് ലഭ്യമാകുമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇവിടെ നിന്ന് ഇതുവരെയും കണ്ടെത്താൻ 7 ദിവസമായിട്ടും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഉറപ്പിച്ച് പറയുന്നത്, നിലവിൽ ഈ പറയുന്ന പ്രദേശത്ത് തന്നെ ഈ ലോറി ഉണ്ടാകും, ഈ മൺകൂരയിൽ തന്നെ ലോറി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് മനാഫും ഒപ്പം തന്നെ കുടുംബവും ഈ ഒരു പ്രതീക്ഷ കൈവിടാതെ തന്നെ പറയുകയും ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പുഴയിലേക്ക് പോയിട്ടില്ല എന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്തു. പക്ഷേ ജില്ലാ ഭരണകൂടം പറയുന്നതനുസരിച്ച് ഈ പുഴയിലേക്ക് തന്നെയാണ് പോകാനുള്ള സാധ്യത. പുഴയിൽ കാരണം ഇതിനു മുമ്പ് ഒരു 7 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചൊരു ടാങ്കർ ലോറി കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ വലിയ ഒഴുക്കുള്ള പുഴയാണ്, അതിശക്തമായ ഒഴുക്കുണ്ട്, നീരൊഴുക്കുണ്ട്, ശക്തമായ മഴ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രത്തോളം വ്യാപ്തിയിൽ ആണ് ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടാങ്കർ ലോറി കണ്ടെടുത്ത സ്ഥലത്ത് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നാവികസേനയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൺകൂനയിൽ, അതായത് ഈ പറയുന്ന വെള്ളത്തിൽ നടുക്കായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഈ മൺകൂനയിൽ ഒരുപക്ഷെ ഈ ലോറി ഉണ്ടാകാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി എത്തുന്നു. അവിടേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഇറങ്ങി ആ മണ്ണ് മാറ്റണമെങ്കിൽ അത്യാധുനിക സംവിധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആഴത്തിലിറങ്ങി മണ്ണുകൾ കോരി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള മിഷനറി സംവിധാനങ്ങൾ വേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് JCB പോലെയും ഒപ്പം തന്നെ ഹിറ്റാച്ചി പോലെയുമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വേണ്ടതായിട്ടുണ്ട്. അവയൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പക്ഷേ അതിനൊരു കൺഫർമേഷൻ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ അപ്ഡേഷൻ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ജില്ലാ കളക്ടർ അല്പസമയത്തിന് മുമ്പ് എക്സിൽ കുറിച്ചതുപോലെ തന്നെ ഇതിന്റെ വിശദാംശങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ, അതായത് തുടർന്ന് അങ്ങോട്ടുള്ള നടപടി എങ്ങനെയാണ്, തുടർന്ന് അങ്ങോട്ടുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്, അത് ഏത് തരത്തിലാണ് ഏകോപിപ്പിക്കാൻ പോകുന്നത് തുടക്കമടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ രക്ഷാദൗത്യം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ഏകദേശം ഒരു 2 മണിക്കൂറുകൾ കൂടി മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. കാരണം പിന്നീട് ഇരട്ടാവും. കഴിഞ്ഞ ദിവസം പോലെ തന്നെ താൽക്കാലികമായി നമുക്ക് ഇന്നത്തെ കൂടി തിരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തും. അതിനു മുമ്പ് തന്നെ ലോറിയിലേക്ക് എത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സൂചന, ഏതെങ്കിലും ഒരു തുമ്പ് ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു സംഘമുള്ളത്. അവർ അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്, അതിനുവേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യത്തിലാണ്. ഈ മൺകൂനകളിലെല്ലാം തന്നെ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഏതെങ്കിലും തരത്തിൽ സിഗ്നൽ ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നേരത്തെ ലഭിച്ച 2 സിഗ്നലുകളും വിശദമായ പരിശോധനകളിലേക്ക് കൂടി കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. നമുക്കറിയാം, പുഴ കേന്ദ്രീകരിച്ചുള്ള പുഴയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ ലോറി അകപ്പെട്ടിരിക്കാനുള്ള അവസ്ഥ എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് അത്തരത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും 7 ദിവസം എന്നുള്ളത് ചെറിയ കാലയളവല്ല. ഈ അർജുനും ലോറിയും അതിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതായിട്ട് നമ്മുടെ ഈ